എൻ്റെ 20-ാം വയസ്സിൽ എൻ്റെയും ഏട്ടനെയും കയ്യിലേക്ക് ഒരു കുഞ്ഞു മാലാഖക്കുട്ടീനെ ദൈവം തന്നു. അന്ന് ഞങ്ങൾ ഒരു സ്ത്രീ പുരുഷൻ എന്നതിൽ നിന്ന് ഒരമ്മയും അച്ഛനും ആയി മാറിയിരുന്നു. അന്ന് അവളെന്നെ ആ ചോരയോടുകൂടി തിളങ്ങുന്ന മുഖത്തോടുകൂടി മേത്തെല്ലാം ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് എന്നെ കാണിച്ച് തന്ന ആ നിമിഷത്തിൽ നിന്ന് ഈ ഒരു മൊമെൻറ്റിലേക്ക്, ഈ 7th ഇയറിലേക്ക് ആയത് എത്ര പെട്ടെന്നാണ് ആലോചിക്കാനേ വയ്യ. ആലോചിച്ചിട്ടും ഇത് എത്ര പെട്ടെന്ന് ഇത്ര വർഷങ്ങൾ കടന്നുപോയെന്ന് അറിയുന്നത് കൂടിയില്ല. ഈ കുഞ്ഞു മാലാഖക്കുട്ടീനെ നോക്കാൻ ഞാൻ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഉണ്ണിയുടെ കരച്ചിൽ മാറ്റേണ്ടത് എങ്ങനെയാണ്, അവളുടെ കാര്യങ്ങൾ നോക്കുന്നത് ഒക്കെ ഞാൻ ആദ്യമായിട്ട് അറിയാത്തതിൻ്റെ ഒരുപാട് സ്ട്രെസ്സ് കാര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം തരണം ചെയ്ത് ഇന്ന് അവൾ 7 വയസ്സ് പൂർത്തിയാക്കാണ്. അതിലൊരുപാടധികം ഹാപ്പിയാണ്. അവളുടെ വീഡിയോസുകളെല്ലാം കാണുമ്പോൾ എത്ര പെട്ടെന്നാണ് അവളിങ്ങനെ വലുതായത്. അവളുടെ ഓരോ മൊമെൻറ്റ്സുകൾ അന്നത്തെ എല്ലാതും റീവൈൻഡ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഈ ഫോണും കാര്യങ്ങളും ഉള്ളത് കാരണം ഇതെല്ലാം ഉപകരിച്ചല്ലോ എന്ന് ആലോചിക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സന്തോഷം തോന്നുന്നു. എന്താ പറയേണ്ടതെന്നൊന്നും അറിയുന്നില്ല. പക്ഷെ അവളുടെ മൊമെൻറ്റ്സ് ഒന്നും നഷ്ടപ്പെട്ടു പോകരുതെന്നുള്ളത് കൊണ്ട് ചെറിയൊരു കുഞ്ഞു വീഡിയോ ആക്കുന്നു. എന്താ പറയുക, നമുക്ക് ഒരു വാവ ഉണ്ടാവുമ്പോൾ നമ്മുടെ ലൈഫേ ചേഞ്ച് ആവുമെന്ന് പറയുന്നത് ഒരുപാടധികം ശരിയാണ്. നമ്മളത് ഫീൽ ചെയ്യുമ്പോഴാണ് നമുക്കത് എത്രത്തോളം നമ്മുടെ ലൈഫിൽ മാറ്റങ്ങൾ ഉണ്ടാക്കണമെന്ന് മനസ്സിലാവുന്നത്. അന്ന് ആദ്യമായിട്ട് നമുക്കുണ്ടാകുന്ന വാവേനെ നമ്മൾ കുറേ പരീക്ഷണങ്ങൾ നടത്തുമല്ലോ, അതിലൊരു പരീക്ഷണമാണ് കേട്ടോ ഈ കണ്ണെഴുതി പൊട്ടുകുത്തി ഒരുപാട് പൗഡർ ഇട്ട് കൊടുത്താക്കുന്നത്. കാരണം പൗഡർ കുറേ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും കൺമഷി പോവില്ല എന്ന് ഉള്ളത് കൊണ്ട് കുറച്ചധികം കൂടുതലിട്ടതാണ്. അപ്പോൾ അവൾ കണ്ണൊക്കെ തിരുമ്മി കുറച്ചൊക്കെ ഇതാവുമ്പോൾ സെറ്റായി പിന്നെ പരക്കാണ്ടിരിക്കുന്നുള്ളതിൽ. പക്ഷേ അതങ്ങനെ ഇട്ട് കൊടുക്കരുത് എന്നുള്ളത് അറിഞ്ഞപ്പോൾ പിന്നെ ഞാനത് മാറ്റിയിട്ടോ. പിന്നെ ഇതൊക്കെ അവളുടെ കുഞ്ഞു കളികളും കുസൃതികളൊക്കെയാണ്. ഓരോ പാട്ടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവൾ അതിനൊക്കെ റെസ്പോണ്ട് ചെയ്ത് അവളുടെ ആക്ടിവിറ്റീസുകളൊക്കെ കാണിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. എൻ്റെ സൗണ്ടൊക്കെ മ്യൂട്ടായ കാരണം നിങ്ങൾക്കത് എത്രത്തോളം ഫീലിംഗ് ഉണ്ടാവും എന്നുള്ളത് അറിയില്ല. പക്ഷേ എനിക്ക് അവളിനെ പറ്റിയിട്ട് പറയണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വോയിസ് മ്യൂട്ട് ചെയ്ത് ഇങ്ങനെ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ എൻ്റെ തക്കുടൂസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവൾ നേരത്തെ തന്നെ നടന്നൊക്കെ തുടങ്ങി. അതേപോലെ കമഴ്ന്ന് കിടന്നതാണെങ്കിലൊക്കെ വളരെ വളരെ പെട്ടെന്നായിരുന്നു. ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ തൊട്ട് അവൾ ഒറ്റടി വെച്ച് തുടങ്ങി. ഈ ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൾക്ക് 4 മാസമുള്ളപ്പോഴാണ് ഞാൻ വീണ്ടും ക്യാരിങ് ആയി. അപ്പോൾ എൻ്റെ കൂടെ സ്കാനിങ്ങിന് ഒക്കെ വന്നിട്ടുള്ള വീഡിയോസുകളാണ് പിന്നെ ഇതിലുള്ള കുറച്ചൊക്കെ ഉള്ളത്. പിന്നെ ഇത് 1 വയസ്സിൻ്റെ ബർത്ത്ഡേ ആണ്. ഞാൻ അടുത്ത ഡെലിവറിക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. 1 മന്ത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡെലിവറി ടൈമാണ്. അതിന് ബോളുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണെന്ന് കാണുന്നത്. കണ്ട വയറ് കണ്ടോ ഗുണ്ടാപ്പിയായിരിക്കുന്നത്. ഇതൊക്കെ ഇന്നലെ നടന്നതുപോലെ തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഓണാഘോഷത്തിൻ്റെ കാഴ്ചകളാണ് ഇത് കാണുന്നത്. കുഞ്ഞു പട്ടുപാവാടയൊക്കെ ഇട്ട് ഓണത്തിൻ്റെ അതാണ് അവൾ ഫസ്റ്റ് ടൈമായിട്ട് പട്ടുപാവാട ഇടുന്നത്. കണ്ടോ നടക്കണുണ്ടോ അവൾ. ബർത്ത്ഡേ സമയമാകുമ്പോഴേക്കൊക്കെ അവൾ നന്നായി നടന്നു. 1 ഇയറിൻ്റെ ബർത്ത്ഡേ ആകുമ്പോഴേക്കും കണ്ടത് നടന്നു വരുന്നത്. എന്ത് രസമാണ്. പിന്നെ പറഞ്ഞാൽ നല്ല കുട്ടിയാണ്. എല്ലാം പറഞ്ഞാൽ കേക്കും പൂക്കളൊന്നും നശിപ്പിക്കാണ്ട് അടുത്തിരുന്ന് നമ്മളിട്ട് കൊടുത്ത പൂ മാത്രമാണ് അവൾ എടുത്തിട്ട് കളിക്കുന്നത്. അന്ന് ഓണത്തിൻ്റെ ദിവസം ഏറ്റവും കൂടുതൽ രസകരമായിട്ടുണ്ടായിരുന്ന മൊമെൻറ്റ്സ് ആയിരുന്നു ഇതൊക്കെ. അപ്പം ഞങ്ങൾ പറയായിരുന്നു വേറെ കുട്ടികളായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പൂക്കളൊക്കെ എപ്പോഴേ നശിപ്പിച്ചേനെ. ഇവളാണെന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. മുഖത്തേക്ക് ഊതുമ്പോഴേ അവളെ വിളിക്കുമ്പോൾ ഒരു പ്രത്യേക എക്സ്പ്രഷൻ ഇടുന്നുണ്ടോ. ഇത് വേറൊരു സ്കാനിങ്ങിന് പോയ സമയത്ത് ഇതൊക്കെ ഇവിടെ വന്നതാണ് അപ്പയുടെ ഒപ്പം. എപ്പോഴും അപ്പയും മോൾ തന്നെയാണ്. കുഞ്ഞുവാവേനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോകുമ്പോഴും
സ്കാനിങ്ങിന് പോകുമ്പോഴൊക്കെ കൂടി ഉണ്ടായിരുന്നിട്ടുള്ളത് തക്കുടൂസ് ഏട്ടൻ തന്നെയാണ്. ഞങ്ങളിങ്ങനെ ഇടയ്ക്ക് റീൽസൊക്കെ ചെയ്യായിരുന്നേ. അതിൽ കുറച്ച് ഷോർട്ടുകളാണ് ഇപ്പം ഈ കാണുന്നത്. അമ്മ എന്തൊക്കെ ചെയ്യണേ, അങ്ങനെയൊക്കെ ആയിരിക്കണം അവളെന്ന് ആലോചിച്ചിട്ടുണ്ടാവുക. പക്ഷെ പെട്ടെന്ന് വീണ്ടും പ്രഗ്നൻ്റ് ആയ എൻ്റെ ഇതും ഉണ്ണീനെ ആ സമയത്ത് ഉണ്ണി ഉറങ്ങാണ്ടൊക്കെ ആകുമ്പോൾ നോക്കാനൊക്കെ എനിക്ക് പറ്റാണ്ട് ചില സമയത്തൊക്കെ പേഷ്യൻസ് കുറവ്. അപ്പം അതുകൊണ്ടുള്ള കുറച്ച് ദേഷ്യം കാര്യങ്ങളൊക്കെ ഇടയ്ക്കൊക്കെ വന്നിരുന്നു. എന്താ ഓടണം ഓട്ടം കണ്ട 1 വയസ്സാണ് കക്ഷിക്ക്. പക്ഷേ ഉണ്ണിവാവേനെ വയറ്റിൽ വെച്ചിട്ടാണ് ഞാൻ അവളുടെ പിന്നാലെ ഇങ്ങനെ ഓടി നടക്കുന്നത്. ഇത് നമ്മുടെ നെല്ലിക്കുന്ന് ചർച്ചാണ്. കണ്ടവൾ ഓടി ഓടി വീണു. പിന്നെ ജനിച്ച അന്ന് തൊട്ട് ഇന്ന് വരെ പല ഭാവങ്ങളും പല രൂപങ്ങളാണ് അവൾക്ക്. ജനിച്ച ആ ഫസ്റ്റ് ടൈമിൽ അവൾക്ക് കേളി ഹെയർ ആയിരുന്നു. ഹെയർ എടുത്ത് കഴിഞ്ഞപ്പോൾ പിന്നെ സ്ട്രൈറ്റ് ഹെയർ ആയി. അതേപോലെ ചായയും കാര്യങ്ങളും എല്ലാം എത്ര പെട്ടെന്നാണ് മാറി 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 എന്താ വന്നുകൊണ്ടിരിക്കണേ. ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു അത്ഭുതം. അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഞങ്ങളെല്ലാം നോക്കി കണ്ടിരുന്നത്. എന്തൊക്കെയാണ് പറയണ്ടതെന്ന് അറിയണില്ല. എന്തായാലും വീഡിയോസ് എല്ലാം എനിക്ക് തന്നെ വീണ്ടും വീണ്ടും കാണുമ്പോഴാണെങ്കിലും ഭയങ്കര സന്തോഷം തോന്നും. ഇങ്ങനെയൊക്കെ ഫോണിൽ എടുത്തു വെച്ച കാരണം ഇതൊക്കെ കണ്ട് വീണ്ടും ആ ഒരു മൊമെൻറ്റിലേക്ക് എന്താ പറയുക പോവാനായിട്ട് പറ്റുന്നുണ്ടല്ലോ നമുക്ക്. ഓടി ഓടി വരണ്ട വേണ്ട ചുടോ. ഇത് നടക്കണേക്കാളും മുന്നേ ഉള്ളതാണ്. ഞാൻ ജോലിച്ച സമയത്ത് അവളുടെ അപ്പ ശ്രദ്ധ തിരിപ്പിക്കുകയാണ് കുട്ടീനെ ടോയ്സൊക്കെ ഇടിപ്പിച്ച്. പിന്നെ വേറൊരു കാര്യം, മോള് ലെഫ്റ്റ് ഹാൻഡറാണ്. ലെഫ്റ്റിൽ പിടിച്ചേക്കണ വേണ്ട. അങ്ങനെ വീഡിയോസുകൾ എടുത്ത് വെച്ച് വീണ്ടും നമ്മൾ കണ്ടപ്പോഴാണ് നമ്മളും ശ്രദ്ധിക്കാൻ തുടങ്ങി. അവളെല്ലാം ലെഫ്റ്റിലാണല്ലോ കൂടുതൽ പിടിക്കണേ. അപ്പോൾ എന്ത് റൈറ്റിൽ കൊടുത്താലും അവൾ ലെഫ്റ്റിലേക്ക് മാറ്റി പിടിക്കുകയായിരുന്നു. ലെഫ്റ്റ് ഹാൻഡറാണ്. ഇപ്പോൾ ആദ്യം തുടക്കത്തിൽ ടീച്ച് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. കാരണം അവൾ താഴേന്ന് മുകളിലേക്ക് മിറർ ഇമേജൊക്കെയാണ് എഴുതിയിരുന്നത്. പിന്നെ അവൾ തന്നെ സെറ്റാക്കി നല്ല ഗുഡ് ഗേളായി. കമിഴ്ന്ന് കിടന്ന് തുടങ്ങിയപ്പോൾ തൊട്ട് ഇങ്ങനെ നീന്താനും മുട്ടുമ്പോൾ നിൽക്കാനും നടക്കാനൊക്കെ ഭയങ്കര ശ്രമമാണ് കക്ഷി. എന്നാലല്ലേ ഓടി എൻ്റെ അടുത്തേക്ക് വരാൻ പറ്റുള്ളൂ. ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യുന്നുണ്ടേ. അപ്പം അത് നോക്കാം ഇനി എങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് എത്താം. ഞാൻ ഇങ്ങനെ കാണാണ്ട് പെട്ടെന്ന് സ്ക്യൂട്ടാവാം. എന്നെ കണ്ടു കഴിഞ്ഞ് കരഞ്ഞാലോ അപ്പോൾ ജോലികൾ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ വെച്ചിട്ട്. ഇതൊക്കെ അവളുടെ അപ്പ എടുക്കുന്ന വീഡിയോസാണ്. പിന്നെ അവൾ വലുതായൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ കയ്യിലായി വീഡിയോസ് എടുക്കൽ. പിന്നെ 1 വയസ്സ് ആയി തുടങ്ങിയപ്പോഴേക്കും അവൾ ഓരോ പക്ഷികളുടെയൊക്കെ സൗണ്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. നമ്മൾ എന്ത് ചോദിച്ചാലും അതേപോലെ തന്നെ അതിന് സൗണ്ടുകളായിട്ട് ആക്ഷൻസായിട്ട് മറുപടികളൊക്കെ പറയും. കറക്റ്റ് 1 വയസ്സായപ്പോൾ നന്നായി സംസാരിക്കാൻ തുടങ്ങി. നന്നായി സംസാരിക്കും. പാട്ട് പാടാൻ പാട്ട് പഠിക്കാൻ എല്ലാം പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യായിരുന്നു. അങ്ങനെ ഒരു കുറുമ്പിക്കുട്ടിയാണ്. നല്ല ഗുഡ് ഗേളാണ്. സ്മാർട്ടാണ്. അങ്ങനെയൊക്കെയാണ്. ഇപ്പം ഇത്തിരി കുറുമ്പ് കൂടിയിട്ടേ ഉള്ളൂ. കിടന്ന് കാണിക്കണത് ഉണ്ടോ, ഡാൻസ് കളിക്കാൻ വന്നപ്പോൾ കളിക്കണ കളിയത്. പിന്നെ വെള്ളം വെച്ചാൽ ഭയങ്കര ഭ്രാന്താണ്. കുറേ നേരം വെള്ളത്തിൽ കളിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയുള്ളൊരു അഭ്യാസമാണ് കാണുന്നത്. പിന്നെ വേനൽക്കാലത്ത് ഭയങ്കര ചൂടുമല്ലേ, അപ്പം അങ്ങനെ വെള്ളത്തിൽ നിന്നിട്ട് കളിക്കുക. പിന്നെ അവൾക്കൊരു ചെക്കൻ കൂട്ടനുണ്ട്. അതിനെ ഓർക്കുന്ന വീഡിയോ ആണ് ഈ കാണുന്നത്. ഞാൻ കുഞ്ഞു വാവേനെ ഓർക്കണ കണ്ടിട്ടേ അവളത് റിപ്പീറ്റ് ചെയ്യുക, വാവേനെ തൊട്ടിൽ കിടത്തണതൊക്കെ. ഇത് ഞങ്ങളിതേ പാർക്കിൽ പോയേക്കണം. അപ്പോൾ വാവില്ല കേട്ടോ. വാവ് ഞങ്ങളുടെ വാവക്കുട്ടി ഞങ്ങൾക്ക് പുറത്തേക്ക് കിട്ടിയിട്ടില്ല. അമ്മയുടെ വയറ്റിൽ തന്നെയാണ്. ഇവൾ അതിന് ശേഷം കുറച്ചും കൂടി വലുതായി. അപ്പോൾ ഞാൻ മുടി വെട്ടാനായിട്ട് ഇരുത്തിയേക്കാണ്. മുടിയൊക്കെ വെട്ടി കുട്ടപ്പിയാക്കി അപ്പയ്ക്ക് വീഡിയോ അയക്കാൻ വേണ്ടിയിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പം ജോലി സ്ഥലത്തല്ലേ, അപ്പോൾ എനിക്ക് അയച്ചു കൊടുക്കേണ്ട സമാധാനമില്ല. ഇതതിൻ്റെ ഇടയിൽ കുഞ്ഞുമണീനുണ്ടോ. ആ കഴിഞ്ഞിട്ട് വലുതായപ്പോഴേക്കുള്ള അങ്കാണ് സ്വയം വ്ളോഗ് ചെയ്യുക, വീഡിയോസ് എടുക്കുക, ഫോട്ടോസ് എടുക്കുക.
എങ്ങനെയൊക്കെയാണ് ഫ്രീ ടൈമിൽ പണി. നമ്മൾ പിന്നെ ഫോൺ നോക്കുമ്പോഴാണ് കാണുള്ളൂ ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. ഭംഗിയുണ്ട്. സാധാരണ ഫോട്ടോസും കാര്യങ്ങളും വെച്ചിട്ടാണ് വീഡിയോ ചെയ്യാറ്. പിന്നെ ഇന്ന് തോന്നി എന്തായാലും വീഡിയോ തന്നെ ആയിട്ട് കിടക്കട്ടെ വീഡിയോസിന്. ഇത് ഇവളുടെ 6th ബർത്ത്ഡേൻ്റെ ഒന്ന് വാവ ഗിഫ്റ്റ് ചെയ്തതാണ് ചീച്ചിപ്പെണ്ണിന്. ഇനി നമ്മൾ ആഘോഷിക്കാൻ പോകുന്നത് 7th ബർത്ത്ഡേ. ഡേറ്റ് ആരും മറക്കരുത്, 8/8/18 ആണ് അവളുടെ ബർത്ത്ഡേ ഡേറ്റ്. സോറി 2025 ആയല്ലോ. അപ്പോൾ 8/8/2025 നമ്മുടെ 6th ബർത്ത്ഡേ. അപ്പോൾ എല്ലാവരും വിഷ് ചെയ്യാൻ മറക്കരുതേ.